ഏട്ടാ ഏട്ടാ എണീക്ക്. ചായ. നേരെ ഒരുപാടായോ? 8 മണി കഴിഞ്ഞു. നിന്റെ ഉറങ്ങാൻ ലേറ്റ് ആയില്ലേ? അതാ. നിനക്ക് എവിടെയോ പോണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ, നിർമ്മാല്യം തൊഴാൻ പോയോ? ഉവ്വ്. ഞാനൊന്നും അറിഞ്ഞില്ല. സത്യം പറഞ്ഞ ഇതുപോലൊരു ഉറക്കം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഭാരങ്ങളൊക്കെ ഒഴിഞ്ഞു പോയല്ലോ, അതിന്റെ ഒരു റിലാക്സേഷനാ. ഇവിടെ ഇരിക്കെ. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. ലേശം റൊമാൻസ് കൂടിയോ എന്നൊരു സംശയം. കൂടിയോ? ഇല്ല. ഹൗ, ഇപ്പോഴൊരു സമാധാനമായത്. ബേസിക്കലി ഞാനൊരു കലാകാരനാണല്ലോ, അതുകൊണ്ട് ഏത് ഇമോഷനും അല്പം കൂടുതലായിരിക്കും. ദേഷ്യം വന്ന ഭയങ്കര ദേഷ്യം, സ്നേഹം വന്ന ഭയങ്കര സ്നേഹം. എന്നതിന് ദേഷ്യം വരണ്ട, സ്നേഹം മാത്രം മതി. അതത്രേ ഉള്ളൂ. ദേഷ്യത്തിന്റെയും വാശിയുടെയും ആ ചീത്തക്കാലം കഴിഞ്ഞില്ലേ. ഇനി എനിക്ക് എല്ലാവരും സ്നേഹിക്കണം, എന്നെയും എല്ലാവരും സ്നേഹിക്കണം. സമാധാനമുള്ളൊരു ജീവിതം, അതാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് നിന്റെ സപ്പോർട്ട് ഉണ്ടാവുമെന്നറിയാം. ഒരു തരത്തിൽ പറഞ്ഞ നീയാണിപ്പം എൻ്റെ ബലം. അത് കാണുന്നവരും പറയും ഞാനാണ് ബലമെന്ന്. ഏയ്, തടിയൊന്നും എനിക്കിപ്പോൾ ഒരു പ്രശ്നമേ അല്ല. എൻ്റെ കണ്ണിൽ ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ളത് ഇപ്പം നിനക്ക്. കണ്ണ് ഡോക്ടറെ കാണാറായിട്ടുണ്ട്. അല്ല സ്വാതി, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞത്. മനുഷ്യന്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വില മനസ്സിലാവില്ല. വീട്ടിൽ കിടക്കുന്നത് ബെൻസായിരിക്കും, എന്നാലും വേറൊരാൾ ഇന്നോവയിൽ പോകുന്ന കാണുമ്പോൾ അവൻ എന്ത് ഭാഗ്യമുള്ളവനാന്ന് വിചാരിക്കും. നീ എന്റെ ഭാഗ്യം. വൈകിയാണെങ്കിലും ഞാനത് മനസ്സിലാക്കി. ഇനിയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ആ, എന്റെ കാമുകവേഷം നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്നാ കാണാൻ ഒരുങ്ങിക്കോ. എനിക്ക് ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. ഗൗരി. ആ പേരിന് നീ ഇവിടെ പറയരുത്. അതല്ല, അവൾ ഒറ്റയ്ക്ക് പുറത്ത്. നാണക്കേട് നമുക്ക് തന്നെയാ. നാട്ടുകാരറിഞ്ഞാ നമ്മളെ കുറ്റം പറയും.